ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. സോ നമ്മൾ അനലോഗ് സർക്യൂട്ട്സിലെ 2023 നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷനാണ് ചെയ്തുകൊണ്ടിരുന്നത്. സോ മൊഡ്യൂൾ 1ൻ്റെ സൊല്യൂഷൻ നമ്മൾ ആൾറെഡി കംപ്ലീറ്റ് ചെയ്തു. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2ൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷനുമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് ECT 202 ആണ്. മൊഡ്യൂൾ 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2023 നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ മൊഡ്യൂൾ 2ൻ്റെ സിലബസ് ആദ്യം നോക്കാം. മൊഡ്യൂൾ 2ൽ എന്തൊക്കെയാണ് നമുക്ക് KTU സിലബസിൽ ഉള്ളതെന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. സോ നമുക്ക് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത് BJT ആംപ്ലിഫയേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. സോ അതിൽ RC കപ്പിൾഡ് ആംപ്ലിഫയർ പ്രത്യേകം പറയുന്നുണ്ട്. കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ഡിസ്കഷനാണ് വരുന്നത്. ദെൻ നീഡ് ഓഫ് വേരിയസ് കമ്പോണൻസ്, അതായത് നമ്മളൊരു RC കപ്പിൾഡ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ എടുത്തു കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഡയഗ്രത്തിൽ വേരിയസ് കമ്പോണൻസ് ഉണ്ട്. സോ ആ കമ്പോണൻസിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്താണ്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, ബൈപ്പാസ് കപ്പാസിറ്റർ, അങ്ങനെ ഓരോന്നിൻ്റെയും റോൾ എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു ഡിസൈൻ, എങ്ങനെ നമുക്കൊരു ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാന്നുള്ളത്, അതുപോലെ തന്നെ കൺസെപ്റ്റ് ഓഫ് AC ലോഡ് ലൈൻ, അതായത് DC ലോഡ് ലൈനുണ്ട്, AC ലോഡ് ലൈനുണ്ട്. സോ ആ ലോഡ് ലൈനിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്, ദെൻ വോൾട്ടേജ് ഗെയിനും അതുപോലെ തന്നെ ഫ്രീക്വൻസി റെസ്പോൺസും, അതായത് നമ്മളൊരു ആംപ്ലിഫയറിൻ്റെ അനാലിസിസിന് ശേഷം നമുക്ക് കിട്ടുന്ന പാരാമീറ്റേഴ്സ് മെയിൻലി എന്താണ്, ഗെയിൻ ആണ്. സോ വോൾട്ടേജ് ഗെയിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, എങ്ങനെയാണ് അത് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇൻപുട്ട് ഫ്രീക്വൻസി വേരിയേഷൻ അനുസരിച്ചിട്ട് ആംപ്ലിഫയറിൻ്റെ റെസ്പോൺസ് എന്താണെന്നുള്ളതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഫ്രീക്വൻസി റെസ്പോൺസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ സ്മോൾ സിഗ്നൽ അനാലിസിസ് ഓഫ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ യൂസിങ് സ്മോൾ സിഗ്നൽ ഹൈബ്രിഡ് പൈ മോഡൽ, അതായത് ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ഇക്വലന്റ് മോഡൽ അനാലിസിസ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മോഡലാണ് ഹൈബ്രിഡ് പൈ മോഡൽ എന്ന് പറയുന്നത്. സോ ആ മോഡൽ ഉപയോഗിച്ചിട്ട് മിഡ് ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസിയിലൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസിൽ വേരിയേഷൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങളും ആ അനാലിസിസും കാര്യങ്ങളും വരുന്നുണ്ട്. ദെൻ ഗെയിൻ എന്താണ്, ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ്, ഇതിൻ്റെയൊക്കെ മാത്തമാറ്റിക്കൽ ഫോർമുലാസ്, സോ അതിനെ ബേസ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ദെൻ ഹൈ ഫ്രീക്വൻസി ഇക്വലന്റ് സർക്യൂട്ട്സ് നമ്മൾ പൈ മോഡൽ പഠിച്ചു. അതിനെ ഒന്ന് നമ്മൾ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈ ഫ്രീക്വൻസി പൈ മോഡൽ കിട്ടും. സോ ഹൈ ഫ്രീക്വൻസി പൈ മോഡലും ആ പൈ മോഡലിൽ വരുന്ന ഒരു എഫക്റ്റ് ആണ് മില്ലർ എഫക്റ്റ്. നമുക്കൊരു ഫീഡ്ബാക്ക് ഒക്കെ ഒരു 2 പോർട്ട് നെറ്റ്വർക്കിൽ വരുന്ന സമയത്ത് നമുക്ക് അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അനാലിസിസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മില്ലേഴ്സ് തിയറം യൂസ് ചെയ്യും. സോ വാട്ട് ഈസ് മില്ലേഴ്സ് എഫക്റ്റ്, മില്ലേഴ്സ് തിയറം എന്താണെന്നുള്ളത്. ദെൻ അനാലിസിസ് ഓഫ് ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ്, ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് എന്താണ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി വരുന്നത്, അനാലിസിസിന് ശേഷം കിട്ടുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഫോർമുല എന്താണെന്നുള്ളതൊക്കെയാണ് നമുക്ക് മൊഡ്യൂൾ 2ൽ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ മൊഡ്യൂൾ 2 എന്ന് ചോദിച്ചിട്ടുള്ള പാർട്ട് A ക്വസ്റ്റ്യൻസിലേക്കാണ് ആദ്യം പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് AC ലോഡ് ലൈൻ. ഓക്കെ, സോ ലോഡ് ലൈൻ കൺസെപ്റ്റ് ആണ്, അതിലും AC ലോഡ് ലൈനിൻ്റെ കൺസെപ്റ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ലോഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ നമ്മൾ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഗ്രാഫിൽ, ഔട്ട്പുട്ട് ക്യാരയിൽ നമ്മൾ വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനെയാണ് എന്ത് പറയുക, ലോഡ് ലൈൻ എന്ന് പറയുക. സോ DC ലോഡ് ലൈൻ നമ്മൾ ആൾറെഡി പറഞ്ഞു, DC കണ്ടീഷൻസിൽ നമ്മൾ വരയ്ക്കുന്ന ലോഡ് ലൈനാണ് DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. സോ വിത്തൗട്ട് അപ്ലൈയിങ് എനി ഇൻപുട്ട്, ഒരു ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻപുട്ട് എന്താണ്, AC സിഗ്നലാണ്. സോ ആ AC സിഗ്നൽ അപ്ലൈ ചെയ്യാത്ത സമയത്ത് പക്ക DC കണ്ടീഷൻസിൽ നമ്മൾ വരയ്ക്കുന്ന ആ സ്ട്രെയിറ്റ് ലൈനിന് പറയുന്ന പേരാണ് DC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി AC ലോഡ് ലൈൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു DC ലോഡ് ലൈൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, DC ലോഡ് ലൈൻ വരച്ചു, നമ്മളതിൽ Q പോയിന്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യും. ഇൻപുട്ട് എന്ന് പറയുന്നത് എന്ത് സിഗ്നലാണ്, AC സിഗ്നലാണ്. സോ AC സിഗ്നൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജും കറണ്ടിലും എന്തുണ്ടാവും, ഫ്ലക്ച്വേഷൻ ഉണ്ടാവും. സോ ആ ഫ്ലക്ച്വേഷൻ ഉണ്ടാവുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മുടെ AC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ ലൈൻ അലോങ് വിച്ച് Q പോയിന്റ് ഷിഫ്റ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ. Q പോയിന്റിൽ ഷിഫ്റ്റ് സംഭവിക്കും. നമ്മളൊരു AC സിഗ്നൽ കൊടുക്കുമ്പോൾ Q പോയിന്റ് ഒന്നുകിൽ ഷിഫ്റ്റ്സ് അപ്പ് ഓർ ഡൗൺ, ഒന്നുകിൽ മുകളിലേക്ക് അല്ലെങ്കിൽ അപ്പ് ആവും, അല്ലെങ്കിൽ എന്താവും, ഡൗൺ ആവും. വെൻ ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് കറന്റ് ഓഫ് ആംപ്ലിഫയർ ബിക്കോസ് ഓഫ് ദിസ് AC സിഗ്നൽ. നമ്മൾ AC സിഗ്നൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടിലും എന്തുണ്ടാവും, അത് പ്ലസ് ഓർ മൈനസ് ഒരു ഇൻക്രിമെൻ്റ് അല്ലെങ്കിൽ ഒരു എന്ത് വരാം, ഒരു ഡിക്രിമെൻ്റ് വരാം. സോ ആ സമയത്ത് വരയ്ക്കുന്ന ലൈനാണ് നമ്മുടെ AC ലോഡ് ലൈൻ എന്ന് പറയുന്നത്. സോ DC ലോഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ദർ ഇസ് നോ ഇൻപുട്ട് സിഗ്നൽ, നമ്മൾ ഇൻപുട്ട് സിഗ്നൽ ഒന്നും അപ്ലൈ ചെയ്തിട്ടുണ്ടാവില്ല. സോ
എ സി ലോഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഇൻപുട്ട് സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യും. വി ആർ അപ്ലൈയിങ് ആൻ ഇൻപുട്ട് സിഗ്നൽ ടു ദി ആംപ്ലിഫയർ. ഓക്കെ, സോ ആ ഒരു ഇതിന് പ്രോസസ്സിന് ശേഷമാണ് ആംപ്ലിഫിക്കേഷനിലേക്ക് നമ്മുടെ സർക്യൂട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒന്നും കൂടെ നോക്കാം. സോ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ക്യാര. ഔട്ട്പുട്ട് ക്യാരയിൽ നമ്മൾ അതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് വരച്ചിട്ടില്ല, നമ്മൾ ലോഡ് ലൈൻ മാത്രമേ ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഇതിൽ 2 ലോഡ് ലൈൻ കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ലോഡ് ലൈൻ ആണ് നമ്മുടെ ഡി സി ലോഡ് ലൈൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡി സി ലോഡ് ലൈൻ. സോ ദിസ് ഈസ് എ ഡി സി ലോഡ് ലൈൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വേറൊരു സ്ട്രേറ്റ് ലൈനും കൂടെ കാണാം. സോ ദിസ് സ്ട്രേറ്റ് ലൈൻ ഈസ് കോൾഡ് ദി എ സി ലോഡ് ലൈൻ. ഈ സ്ട്രേറ്റ് ലൈനെ നമ്മൾ എന്താ പറയുക? എ സി ലോഡ് ലൈൻ എന്നാണ് പറയുക. ഈ സ്ട്രേറ്റ് ലൈനെ നമ്മൾ പറയുന്ന പേര് എ സി ലോഡ് ലൈൻ എന്നാണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഡി സി ലോഡ് ലൈനും എ സി ലോഡ് ലൈനും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു കോമൺ പോയിന്റ്, ഈ കോമൺ പോയിന്റ് ആണ് ആക്ച്വലി നമ്മുടെ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത്. ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വോൾട്ടേജ് പാരാമീറ്ററും കറന്റ് പാരാമീറ്ററും ആണുള്ളത്. വോൾട്ടേജ് പാരാമീറ്റർ ഏതാണ്? VCEQ ആണ് വോൾട്ടേജ്. കറന്റ് പാരാമീറ്റർ എന്താണ്? ICQ ആണ്. ഓക്കെ, സോ ഡി സി ലോഡ് ലൈൻ നമ്മൾ ആൾറെഡി പഠിച്ചു. ഇനി എ സി ലോഡ് ലൈനിൽ, എ സി ലോഡ് ലൈൻ എന്ന് പറയുമ്പോൾ അതിൽ 2 പോയിന്റ്സ് വേണം, 2 എൻഡ് പോയിന്റ്സ് വേണം. സോ എ സി ലോഡ് ലൈനിൽ ഒരു എൻഡ് പോയിന്റ് ഇതാണ്, വൈ ആക്സിൽ വരുന്ന ഒരു പോയിന്റ് ഇതാണ്, എക്സ് ആക്സിൽ വരുന്ന ഈ ഒരു പോയിന്റ് ആണ്. അപ്പോൾ വൈ ആക്സിൽ വരുന്ന പോയിന്റും എക്സ് ആക്സിൽ വരുന്ന പോയിന്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമ്മുടെ എ സി ലോഡ് ലൈൻ കിട്ടും. ഓക്കെ, സോ നമുക്കൊരു പോയിന്റ് എടുക്കാം. ആ പോയിന്റ് ഞാൻ എടുക്കുന്നത് എക്സ് ആക്സിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് വൈ പാരാമീറ്റർ എന്താണ്? 0 ആണ് വരുന്നത്. സോ VCE അവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് എ സം ഓഫ് ദി ഡി സി വാല്യൂ പ്ലസ് സം അതർ വാല്യൂ. സം അതർ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ലോഡ് റെസിസ്റ്റൻസ്. ലോഡ് റെസിസ്റ്റൻസ് കൊണ്ട് വരുന്ന ഒരു വോൾട്ടേജ് വാല്യൂ കൂടെ അവിടെ വരും. ദാറ്റ് ഈസ് RAC ഈസ് RC പാരലൽ RL. അപ്പോൾ അത് രണ്ടും കൂടെ സമ്മപ്പ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ VCE എന്ന് പറയുന്നത്, അതായത് ഈ എക്സ് ആക്സിൽ വരുന്ന ഈ പോയിന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു പോയിന്റും കൂടെ വരയ്ക്കുകയാണ്. ആ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് വൈ ആക്സിലാണ്. അതുകൊണ്ട് അതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. സോ വൈയിലുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ICQന്റെ കൂടെ ഒരു ടേമും കൂടെ ആഡ് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് VCEQ ഡിവൈഡ് ബൈ RAC. RAC ആൾറെഡി നമ്മൾ പറഞ്ഞു ലോഡ് റെസിസ്റ്റൻസ് ആണ്, RC പാരലൽ RL. അപ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടും. സോ ഈ പോയിന്റ് എന്ന് പറയുന്നത് D ആണ്. സോ ദിസ് പോയിന്റ് ഈസ് D ആൻഡ് ദിസ് പോയിന്റ് ഈസ് C. സോ ഇഫ് യു ആർ ഡ്രോയിങ് എ സ്ട്രൈറ്റ് ലൈൻ ബിറ്റ്വീൻ C ആൻഡ് D, വി വിൽ ഗെറ്റ് ദി AC ലോഡ് ലൈൻ. അപ്പോൾ അതാണ് AC ലോഡ് ലൈൻ. സോ നിങ്ങൾ ആ AC ലോഡ് ലൈൻ ഈ ഒരു ഗ്രാഫ് വരയ്ക്കുക, DC ലോഡ് ലൈൻ, AC ലോഡ് ലൈൻ, അത് മാർക്ക് ചെയ്യുക. ലോഡ് ലൈൻ DC കണ്ടീഷൻസ് മാത്രമാകുമ്പോൾ DC ലോഡ് ലൈൻ, അതിനുശേഷം നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ക്യൂ പോയിന്റ് കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന പുതിയ ലോഡ് ലൈനിനെ പറയുന്ന പേരാണ് AC ലോഡ് ലൈൻ. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതായത് പാർട്ട് എയിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ മില്ലേഴ്സ് തിയറം, എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ എ 2-പോർട്ട് ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക്. അതായത് 2-പോർട്ട് നെറ്റ്വർക്കിൽ മില്ലേഴ്സ് തിയറത്തിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് മില്ലേഴ്സ് തിയറം സ്റ്റേറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ മില്ലേഴ്സ് തിയറം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയർ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ആംപ്ലിഫയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 2-പോർട്ട് നെറ്റ്വർക്ക്. അതായത് നമുക്കൊരു ഇൻപുട്ട് പോർട്ട് ഉണ്ട്, നമ്മൾ ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നൽ ഇൻപുട്ട് പോർട്ടിൽ കൊടുക്കും. ദെൻ ആംപ്ലിഫയർ ആണ് നമ്മുടെ സർക്യൂട്ട്, അതൊരു 2-പോർട്ട് നെറ്റ്വർക്ക് ആണ്. ആംപ്ലിഫൈ ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. സോ ഇൻപുട്ടിൽ 2 ടെർമിനൽസ് ഉണ്ടാവും, ഔട്ട്പുട്ടിലും 2 ടെർമിനൽസ് ഉണ്ടാവും. ഇൻപുട്ട് പോർട്ട് ഉണ്ട്, ഔട്ട്പുട്ട് പോർട്ട് ഉണ്ട്. സോ ഇറ്റ് ഈസ് എ 2-പോർട്ട് നെറ്റ്വർക്ക്. സോ അങ്ങനത്തെ സർക്യൂട്ടിൽ ഫീഡ്ബാക്കിൽ എന്തെങ്കിലും കമ്പോണന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അനാലിസിസ് ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ആ ഫീഡ്ബാക്ക് കമ്പോണൻറ്റിൻ്റെ എഫക്റ്റിനെ നമുക്ക് ഇൻപുട്ട് സൈഡിലേക്കും ഔട്ട്പുട്ട് സൈഡിലേക്കും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തിയറാണ് മില്ലേഴ്സ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, so the Miller's theorem establishes that in a linear circuit, if there exists a branch with impedance Z, connecting 2 nodes, അതായത് 2 നോഡ്, ഒരു നോഡ് ഇൻപുട്ടിലും കിടക്കുന്നുണ്ടാവും, ഒരു നോഡ് ഔട്ട്പുട്ടിലും കിടക്കുന്നുണ്ടാവും. ഇതിനിടയ്ക്ക് ഒരു ബ്രാഞ്ച് ഉണ്ട്, ആ ബ്രാഞ്ചിന്റെ ഇമ്പിഡൻസ് ആണ് Z എന്ന് വിചാരിക്കുക. ഓക്കെ, ആ നോഡിന്റെ വോൾട്ടേജ്, ഇൻപുട്ട് നോഡിന്റെ വോൾട്ടേജ് V1ഉം വിത്ത് നോഡ് വോൾട്ടേജസ് V1 ആൻഡ് V2, അതായത് 2 നോഡൽ വോൾട്ടേജസ് ആണ്. ഇൻപുട്ടിൽ നിന്നുള്ള വോൾട്ടേജ് V1ഉം ഔട്ട്പുട്ടിൽ നിന്നുള്ള വോൾട്ടേജ് V2 ആണെങ്കിൽ വി ക്യാൻ റീപ്ലേസ് ദിസ് ബ്രാഞ്ച്. അതായത് ഇൻപുട്ട് നോഡും ഔട്ട്പുട്ട് നോഡിനും ഇടയ്ക്കാണ് ഇമ്പിഡൻസ്. അപ്പൊ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്യാം. സോ വി ക്യാൻ റീപ്ലേസ് ദിസ് ബ്രാഞ്ച് ബൈ 2 ബ്രാഞ്ചസ്. നമുക്ക് 2 ബ്രാഞ്ച് ആവാം. ഒരു ബ്രാഞ്ച് അവിടെ കണക്ട് ചെയ്യുക, ഇൻപുട്ടിൽ കണക്ട് ചെയ്യുക, ഒരു ബ്രാഞ്ച് അവിടെ കണക്ട് ചെയ്യുക, ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുക. സോ വി ക്യാൻ റീപ്ലേസ് ദിസ് ബ്രാഞ്ച് ബൈ 2 ബ്രാഞ്ചസ് കണക്റ്റിംഗ്
ദി കറസ്പോണ്ടിങ് നോഡ്സ് ടു ഗ്രൗണ്ട്. കറസ്പോണ്ടിങ് നോഡ്സ് ടു ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടു ഗ്രൗണ്ട്, അതായത് V1 നിന്ന് ഗ്രൗണ്ടിലേക്ക്, ഔട്ട്പുട്ട് ടു ഗ്രൗണ്ട് V2 നിന്ന് ഗ്രൗണ്ടിലേക്ക് ബൈ ഇംപിഡൻസ് റെസ്പെക്റ്റീവ്ലി. നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇംപിഡൻസ്, നേരത്തെ ഇംപിഡൻസ് ഫീഡ്ബാക്കിൽ Z ആയിരുന്നു എങ്കിൽ ഇൻപുട്ട് സൈഡിൽ അത് എന്താ വരിക, Z/1 - K യും ഔട്ട്പുട്ട് സൈഡിൽ എന്ത് വരും, KZ/K-1 വരും. KZ/K-1, വേർ K എന്ന് പറയുന്നത് അതിന്റെ ഗെയിൻ ആണ് V2/V1. V2 ഔട്ട്പുട്ട് വോൾട്ടേജും V1 ഇൻപുട്ട് വോൾട്ടേജും ആണെങ്കിൽ V2/V1 എന്തായിരിക്കും, ഗെയിൻ ആയിരിക്കും. സോ ഈ രീതിയിൽ, അതായത് ഞാനിവിടെ ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് കൺസിഡർ ചെയ്യാണ്. സോ ഐ എം ഹാവിങ് എ 2 പോർട്ട് നെറ്റ്വർക്ക്. ഇതാണ് 2 പോർട്ട് നെറ്റ്വർക്ക് എന്ന് വിചാരിക്കുക. അത് ഇൻപുട്ട് സൈഡാണ്, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സൈഡ്. ഇവിടെ ഫീഡ്ബാക്കിലാണ് എൻ്റെ Z എന്ന് പറയുന്ന ഇംപിഡൻസ് എന്ന് വിചാരിക്കുക. ഇതാണ് ഫീഡ്ബാക്കിൽ വരുന്ന ഇംപിഡൻസ് Z എന്ന് വിചാരിക്കുക. എനിക്ക് ഇതിനെന്ത് ചെയ്യാം, ഈ Z-നെ ഇൻപുട്ട് സൈഡിലേക്കും ഔട്ട്പുട്ട് സൈഡിലേക്കും ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇൻപുട്ട് സൈഡിലേക്കുള്ള ഒരു ഇംപിഡൻസ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാം, അതുപോലെ ഔട്ട്പുട്ട് സൈഡിലേക്കുള്ള ഒരു ഇംപിഡൻസ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാം. സോ ദിസ് ഈസ് V1 ആൻഡ് ദിസ് ഈസ് V2. ഓക്കെ, ഇൻപുട്ട് നോഡ്, ഔട്ട്പുട്ട് നോഡ്, ഇൻപുട്ട് നോഡൽ വോൾട്ടേജ് V1, ഔട്ട്പുട്ട് നോഡൽ വോൾട്ടേജ് V2. അങ്ങനെയാണെങ്കിൽ ഈ Z-നെ എനിക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഇൻപുട്ടിലും ഔട്ട്പുട്ടിലായിട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇൻപുട്ടിൽ കിട്ടുന്ന ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z/1 - K ആയിരിക്കും. Z/1 - K ആയിരിക്കും. ഔട്ട്പുട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KZ/K-1 ആണ്. KZ/K-1 ആണ് എവിടെ വരുന്നത്, ഔട്ട്പുട്ടിൽ വരുന്നത്. ഈ രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം, ഈ ഫീഡ്ബാക്കിലുള്ള ഇംപിഡൻസിനെ രണ്ട് സൈഡിലേക്കായിട്ട് ഷിഫ്റ്റ് ചെയ്യാം. സോ ദിസ് തിയറം ഈസ് നോൺ ആസ് ദി മില്ലേഴ്സ് തിയറം. സോ മില്ലേഴ്സ് തിയറം സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ മില്ലേഴ്സ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. സോ അതിന്റെ ഒരു ഡയഗ്രാം ഒന്നും കൂടെ, ഞാൻ ഇപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡയഗ്രാം ആണ്. സോ ഇതൊരു 2 പോർട്ട് നെറ്റ്വർക്ക് ആണ്. സോ ഇൻപുട്ട് നോഡ് ഉണ്ട്. സോ ഇവിടെ വരുന്ന വോൾട്ടേജ് V1, ഔട്ട്പുട്ട് നോഡ് ഉണ്ട്, അവിടെ വരുന്ന വോൾട്ടേജ് V2 ആണ്. V2 is K-V1 ആണ്, ബിക്കോസ് K is the gain. ദെൻ ഫീഡ്ബാക്കിൽ Z എന്ന് പറയുന്ന ഒരു ഇംപിഡൻസ് ഉണ്ട്. ഇതിന് നമ്മൾ മില്ലേഴ്സ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെയായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ മില്ലേഴ്സ് തിയറത്തിൽ ചെയ്യുന്നത് ഈ ഫീഡ്ബാക്ക് ഇംപിഡൻസിനെ എടുത്ത് ഇൻപുട്ടിലും ഫീഡ്ബാക്ക് ഇംപിഡൻസിനെ എടുത്ത് ഔട്ട്പുട്ടിലും വെക്കുകയാണ്. ഇൻപുട്ടിൽ ഞാൻ വെച്ചു, ഇൻപുട്ടിൽ എനിക്ക് കിട്ടുന്ന ഇൻപുട്ട് ഇംപിഡൻസ് Z1 ആണ്. Z1 ഈസ് Z/1 - K ആണ്. ഔട്ട്പുട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഇംപിഡൻസ് Z2 ആണ്. Z2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z/1 - K, അല്ലെങ്കിൽ ഇതിനെ KZ/K-1 എന്ന് എഴുതാം. രണ്ടും സെയിം ആണ്. ഓക്കെ, ഇതും സെയിം ആണ്. ഓക്കെ, സോ ഈ രീതിയിൽ എനിക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 2 പോർട്ട് നെറ്റ്വർക്കിന്റെ അനാലിസിസ്, ഇപ്പോൾ നമ്മളൊരു ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് അതിന്റെ അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ അനാലിസിസ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഹൈബ്രിഡ് പൈ മോഡലിലൊക്കെ നമുക്ക് C-Pi, C-mu എന്നൊക്കെ പറഞ്ഞ കപ്പാസിറ്റൻസ് ഉണ്ട്, പാരസൈറ്റിക് കപ്പാസിറ്റൻസ് ഉണ്ട്. അതിൽ ഈ C-mu എന്നൊക്കെ പറഞ്ഞാൽ ബേസിനും കളക്ടറിനും ഇടയിലാണ്. സോ ബേസ് കളക്ടർ എന്ന് പറയുമ്പോൾ ഒന്ന് ഇൻപുട്ട് ഒന്ന് ഔട്ട്പുട്ട് ആണ്. സോ അത് ഫീഡ്ബാക്കിലാണ് കപ്പാസിറ്റൻസ് കിടക്കുന്നത്. അതിനെ നമുക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ ഇൻപുട്ടിലേക്കും ഔട്ട്പുട്ടിലേക്കൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഏത് യൂസ് ചെയ്യാം, ഈ മില്ലേഴ്സ് തിയറം നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മില്ലേഴ്സ് തിയറമായി റിലേറ്റ് ചെയ്ത് എഴുതേണ്ടത്. ഇനി അടുത്തത് എസ്എ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. 13A, അതായത് 2 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 13, 14 ആണ് ഉള്ളത്. അതിൽ നിങ്ങൾ 13 അല്ലെങ്കിൽ 14 ആണ് ആൻസർ ചെയ്യേണ്ടത്. അതിൽ നമുക്ക് ഫസ്റ്റ് 13 ഡിസ്കസ് ചെയ്യാം. 13 A ക്വസ്റ്റ്യൻ നോക്കാം. 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ക്വസ്റ്റ്യൻ, obtain the input resistance, output resistance and voltage gain of a common emitter amplifier with voltage divider biasing circuit. അതായത് ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്, വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് സർക്യൂട്ട് ആണ്. ഏത് വെച്ചിട്ടാണ് അനാലിസിസ് ചെയ്തിരിക്കുന്നത്, ഹൈബ്രിഡ് പൈ മോഡൽ വെച്ചിട്ട് അനാലിസിസ് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം, വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഡാറ്റാസ് വേണം, ഈ സർക്യൂട്ട് എലമെന്റ്സിന്റെ വാല്യൂസ് വേണം. ഗിവൺ VCC, അതായത് ഈ പവർ സപ്ലൈ തന്നിട്ടുണ്ട്, എത്രയാണ്, 15 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, RS എന്ന് പറയുന്ന റെസിസ്റ്റൻസ് അതിൽ കാണിച്ചിട്ടില്ല. RSന്റെ വാല്യൂ നമുക്ക് മാർക്ക് ചെയ്യാം. 1K തന്നിട്ടുണ്ട്. ദെൻ 1K തന്നിട്ടുണ്ട്. R1 22K. സോ ദിസ് ഈസ് 22K. R1, R2 15K. സോ ദിസ് ഈസ് R2 15K. ദെൻ RC, ദിസ് ഈസ് 8K. RCയുടെ വാല്യൂ എത്രയാണ്, 8K ആണ്. അതുപോലെ തന്നെ RE, ദിസ് RE ഈസ് 2K ആണ്. അതുപോലെ തന്നെ CE, CC, CB, അതായത് ഇൻപുട്ട് കപ്ലിംഗ്, ഔട്ട്പുട്ട് കപ്ലിംഗ്, ബൈപ്പാസ് കപ്പാസിറ്റർ എല്ലാതിൻ്റെയും വാല്യൂ വന്നിട്ടുണ്ട്. എത്രയാണ്, 0.01
മൈക്രോ ഫാരഡ്, 0.01 മൈക്രോ ഫാരഡ്, 0.01 മൈക്രോ ഫാരഡ്, 0.01 മൈക്രോ ഫാരഡ്, 0.01 മൈക്രോ ഫാരഡ്. ബീറ്റ തന്നിട്ടുണ്ട് 100. ബേസ് എമിറ്റർ ജംഗ്ഷൻ വോൾട്ടേജ് എത്ര തന്നിട്ടുണ്ട്? 0.7 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ആംപ്ലിഫയർ സർക്യൂട്ടിൽ കുറച്ച് കമ്പോണൻസും കൂടെ ആഡ് ചെയ്യാണ്ട്, അത് ഇൻപുട്ട് സൈഡിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഇതാണ് RS എന്ന് പറയുന്നത്. എന്നിട്ടാണ് നമ്മൾ ഇവിടെ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത്. സോ ദിസ് ഈസ് അവർ ഇൻപുട്ട് സിഗ്നൽ. ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത്. സോ ഈ RSന്റെ വാല്യൂ ആണ് എത്ര? 1K എന്ന് പറയുന്നത്. സോ RS 1K, R1 22K, R2 15K, RC 8K, RE 2K, 3 കപ്പാസിറ്റൻസും, ഇൻപുട്ട് കപ്ലിംഗ്, ഔട്ട്പുട്ട് കപ്ലിംഗ്, ബൈപ്പാസ് കപ്പാസിറ്റർ, എല്ലാതിൻ്റെയും വാല്യൂ എത്രയാണ്? 0.1 മൈക്രോ ഫാരഡ് എന്ന് തന്നിട്ടുണ്ട്. VCC 15 വോൾട്ടാണ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സർക്യൂട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അതായത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ യൂസിങ് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിൽ ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ വരയ്ക്കുക. തന്ന കമ്പോണൻസ് വാല്യൂസ് എന്ത് ചെയ്യുക? ഇതിൽ മാർക്ക് ചെയ്യുക. അപ്പൊ ഇതിന്റെ അനാലിസിസ് ചെയ്യുന്നത് ഏത് മോഡൽ വെച്ചിട്ടാണ് പറയുന്നത്? ഹൈബ്രിഡ് പൈ മോഡലാണ്. സോ ദിസ് ഈസ് എ ഹൈബ്രിഡ് പൈ മോഡൽ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഹൈബ്രിഡ് പൈ മോഡൽ എന്ന് പറയുന്നത്. സോ ഹൈബ്രിഡ് പൈ മോഡലിൽ എന്താ ഉള്ളത്? ഇൻപുട്ടിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, R പൈ എന്ന് പറയുന്ന റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ. സോ ഇതാണ് ബേസ്, ഇതാണ് കളക്ടർ, ഈ കോമൺ ആയിട്ട് കിടക്കുന്നതാണ് എമിറ്റർ. സോ ബേസിനും എമിറ്ററിനും ഇടയിൽ R പൈ ഉണ്ട്. അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ ഒരു ഡിപ്പെൻഡന്റ് ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. സോ ദാറ്റ് കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി വോൾട്ടേജ് അറ്റ് ദി ഇൻപുട്ട് സൈഡ്. VB എന്ന് പറഞ്ഞ വോൾട്ടേജിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ GM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് കണ്ടക്ടൻസ് ആണ്. സോ ഈ ഒരു ആംപ്ലിഫയർ നമ്മൾ അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ DC അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂ പോയിന്റ് കിട്ടുമെന്നറിയാം. AC അനാലിസിസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ദ AC പിക്ചർ. നമ്മൾ ഇതിൻ്റെ AC അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മോഡൽ വെക്കുക. ട്രാൻസിസ്റ്ററിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ ഈ മോഡൽ വെച്ചിട്ട് ഈ സർക്യൂട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AC അനാലിസിസിന് കിട്ടുന്ന ഇക്വേഷൻസ് ഏതിൻ്റെയൊക്കെ ഇക്വേഷൻസ് ആണ്? ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ കിട്ടും, ഔട്ട്പുട്ട് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ കിട്ടും, വോൾട്ടേജ് ഗെയിനിന്റെ ഇക്വേഷൻസ് കിട്ടും. സോ നിങ്ങൾ അനാലിസിസ് ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാൻ പോകണ്ട. ആ ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഇക്വേഷൻസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാല്യൂസ് എല്ലാം ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻപുട്ട് ഇംപെഡൻസ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം, വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് വേണ്ടത്, ഞാൻ ഇതിൽ VTHഉം ഇതിന്റെ അനാലിസിസ് പറഞ്ഞാൽ DC അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? VTH കിട്ടും. സോ വാട്ട് ഈസ് VTH? VTH ഈസ് VCC ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്. VCC ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. VCC എത്രയാണ്? 15 ആണ്. R2 എത്രയാണ്? 15. 15 ഇൻറ്റു 15K ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 15K ഡിവൈഡഡ് ബൈ 15K പ്ലസ് R1 22K. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് VTHന്റെ വാല്യൂ കിട്ടുക 6.08 വോൾട്ട് എന്നാണ് കിട്ടുക. 6.08 വോൾട്ട് എന്ന് VTH കിട്ടും. അതുപോലെ തന്നെ DC അനാലിസിസിൽ നമ്മൾ തെവനിൻസ് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് RTH ഈസ് R1 പാരലൽ ടു R2. ദാറ്റ് മീൻസ് 15K പാരലൽ വിത്ത് 22K. 15K ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് RTH 8.918K എന്ന് പറഞ്ഞിട്ട് നമുക്ക് RTHും കിട്ടും. അങ്ങനെ VTHും RTHും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന് എന്ത് കണ്ടുപിടിക്കാം? IB കണ്ടുപിടിക്കാം. സോ വി ക്യാൻ കാൽക്കുലേറ്റ് IB ഫ്രം ദിസ്. സോ IB ഈസ് ഈക്വൽ ടു VTH മൈനസ് VBE divided by RTH plus 1 plus beta into RE. 1 plus beta into RE. അപ്പോൾ VTH നമുക്കറിയാം 6.08 ആണ്. സോ 6.08 മൈനസ് VBE ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്? 0.7. VBE എത്രയാണ്? 0.7. സോ മൈനസ് 0.7 ഡിവൈഡഡ് ബൈ RTH ഇപ്പൊ കിട്ടിയുള്ളൂ 8.918K പ്ലസ് 1 പ്ലസ് ബീറ്റ എത്രയാണ്? ബീറ്റ ഈസ് 100. സോ ബീറ്റ ഈസ് 100. സോ 1 പ്ലസ് ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
101. സോ 1 പ്ലസ് ബീറ്റ ഇൻറ്റു ആർ ഇ, ആറിയുടെ വാല്യൂ എത്രയാണ് 2k. സോ ഇൻറ്റു 2k ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് ഐ ബി. ഐ ബിയുടെ വാല്യൂ നമുക്ക് കിട്ടും. സോ 25.5 മൈക്രോ ആംബിയർ ആണ്. 25.5 മൈക്രോ ആംബിയർ ആണ് ഐ ബിയുടെ വാല്യൂ. ഇനി ഐയുടെ വാല്യൂ, വാട്ട് ഈസ് ഐ? ഐ ഈസ് ബീറ്റ പ്ലസ് 1 ടൈംസ് ഐ ബി ആണ്. ബീറ്റ പ്ലസ് 1 ടൈംസ് ഐ ബി, ദാറ്റ് ഈസ് ബീറ്റ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 ആണ്. 101 ഇൻറ്റു ഐ ബി 25.5 മൈക്രോ ആംബിയർ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ഐ. ഐയുടെ വാല്യൂ കിട്ടുക 2.575 മില്ലി ആംബിയർ. 2.575 മില്ലി ആംബിയർ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഇതിൽ എ സി അനാലിസിസ് ചെയ്യുമ്പോൾ അതിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷനിലുള്ള ചില പാരാമീറ്റേഴ്സ് നമുക്ക് ഡി സി അനാലിസിസിന് എടുക്കണം. അതിനാണ് ഇപ്പോൾ ഇത് ചെയ്തത്. അതായത് നമുക്ക് ഐയുടെ വാല്യൂ അറിഞ്ഞാലാണ് നമുക്ക് അതിലുള്ള ഒരു റെസിസ്റ്റൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റുക. നമ്മുടെ എ സി അനാലിസിസ് കഴിഞ്ഞ് കിട്ടുന്ന ഫൈനൽ ഔട്ട്പുട്ട് ഇംപിഡൻസിൻ്റെ ഒക്കെ ഫോർമുലയിൽ, ഇൻപുട്ട് ഇംപിഡൻസിൻ്റെ ഒക്കെ ഫോർമുലയിലുള്ള ചില ടേംസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. സോ ഐയുടെ വാല്യൂ കിട്ടി. ഓക്കെ, ഐയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആർ ഇ എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, ആർ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ പ്ലസ് 1 ആർ ആണ്. ആർ പൈ ഈസ് ഈക്വൽ ടു ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ആണ്. ബീറ്റ പ്ലസ് 1 ഇൻറ്റു ആർ ആണ്. സോ നമ്മൾ ഈ മോഡലിൽ ആർ പൈ ആണ് കാണിച്ചേക്കുന്നത്. സോ ആർ പൈ എന്ന് പറഞ്ഞാൽ ബേസിലുള്ളതാണ്. ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എമിറ്ററിലുള്ളതാണ്. സോ ആർ ഈസ് ഈക്വൽ ടു വി ടി ബൈ ഐ ആണ്. വി ടി ബൈ ഐ ഇ. At room temperature, the thermal voltage is 26 millivolt. So 26 millivolt എന്ന് പറഞ്ഞാൽ 26 into 10 raised to -3 divided by IE. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചേ ഉള്ളൂ 2.575. സോ 2.575 into 10 raised to -3 മില്ലി ആംബിയർ ആണ്. സോ ഓൺ സബ്സ്റ്റിറ്റ്യൂഷൻ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് ആർ ഇ. ആറിയുടെ വാല്യൂ നമുക്ക് 10.097 ഓം എന്ന് കിട്ടും. 10.097 ഓം ആറിയുടെ വാല്യൂ കിട്ടി. ഇനി ആഫ്റ്റർ ദി അനാലിസിസ്, എ സി അനാലിസിസിന് ശേഷം നമുക്ക് ഇൻപുട്ട് ഇംപിഡൻസിന്റെ ഇക്വേഷൻ കിട്ടുന്നത്, ഇൻപുട്ട് ഇംപിഡൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഇൻപുട്ട് ഇംപിഡൻസ് ഇക്വേഷൻ ഈസ് R1 പാരലൽ ടു R2 പാരലൽ ടു ബീറ്റ ആർ ആണ്. R1 പാരലൽ ടു R2 പാരലൽ ടു ബീറ്റ ആർ ആണ്. സോ R1ന്റെയും R2ന്റെയും വാല്യൂ നമ്മുടെ അടുത്തുണ്ട്. R1 R2 15K 22K. സോ 15K പാരലൽ ടു 22K പാരലൽ ടു ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഇൻറ്റു ആർ ഇ. ആറിയുടെ വാല്യൂ ഇപ്പൊ കിട്ടിയുള്ളൂ 10.097 ഓം. 10.097 ഓം. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് സെറ്റ് ഇൻ എന്ന് പറയുന്നത്, സെറ്റിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.907 ഓം. 0.907 ഓം കിട്ടും. ഓക്കെ, സോ ഇൻപുട്ട് ഇംപിഡൻസിന്റെ വാല്യൂ എത്ര കിട്ടും? 0.907 ഓം കിട്ടും. ഇനി ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇംപിഡൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? ആർ സി ആണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ സിയുടെ വാല്യൂ, ഔട്ട്പുട്ട് ഇംപിഡൻസ് ഈസ് ആർ സിയുടെ വാല്യൂ 8K ആണ്. സോ ദിസ് ഈസ് 8 കിലോ ഓം. സോ ഔട്ട്പുട്ട് ഇംപിഡൻസിന്റെ എക്സ്പ്രഷനും കിട്ടി, വാല്യൂവും കിട്ടി. ആർ സി ആണ് ഔട്ട്പുട്ട് ഇംപിഡൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 8K ആണ്. ഇനി വോൾട്ടേജ് ഗെയിൻ, അപ്പൊ ഇൻപുട്ട് ഇംപിഡൻസ് ആയി, ഔട്ട്പുട്ട് ഇംപിഡൻസ് ആയി. ഇനി നമുക്ക് എന്താ വേണ്ടത്? വോൾട്ടേജ് ഗെയിൻ ആണ് വേണ്ടത്. സോ വോൾട്ടേജ് ഗെയിൻ്റെ എക്സ്പ്രഷൻ, വോൾട്ടേജ് ഗെയിൻ ഇസ് ഈക്വൽ ടു, വോൾട്ടേജ് ഗെയിൻ ഈസ് -RC ഡിവൈഡ് ബൈ RE ആണ്. -RC by RE ആണ്. സോ ദാറ്റ് ഈസ് RC ഈസ് 8K. സോ -8K ഡിവൈഡഡ് ബൈ RE. REയുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 10.097 ഓം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഗെയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -792.31. അപ്പോൾ ഈ നെഗറ്റീവ് സൈൻ വരാൻ കാരണം കോമൺ എമിറ്റർ ആണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ളത് കൊണ്ടാണ് നെഗറ്റീവ് ഗെയിൻ വന്നത്. സോ മൈനസ് നിങ്ങൾ മൈൻഡ് ആക്കണ്ട, ഫേസ് ഷിഫ്റ്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. സോ 792.31 ആണ് ബേസ് ടെർമിനലിൽ നമ്മൾ നോക്കുമ്പോൾ ഉള്ള ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു സോഴ്സ്, നമ്മളിവിടെ സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ സോഴ്സിന്റെയും ബേസിന്റെയും ഇടയിൽ എന്തുണ്ട്? ഇവിടെ ഒരു സോഴ്സ് റെസിസ്റ്റൻസ് ഉണ്ട്. സോ വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് ആണ് നമ്മൾ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, സോ ഗെയിൻ വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് ആണെങ്കിൽ, ദാറ്റ് ഈസ് ഗെയിൻ വിത്ത് റെസ്പെക്ട് ടു
വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് ആണെങ്കിൽ, സോ ഗെയിൻ വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് ഉള്ള ഗെയിൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ വോൾട്ടേജ് ഗെയിനെ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് ഗെയിനെ ഇൻപുട്ട് ഇംപെഡൻസ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഇംപെഡൻസ് പ്ലസ് ഈ സോഴ്സ് റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് AV ഇൻറ്റു ഇസെറ്റ് ഇൻ ഡിവൈഡഡ് ബൈ ഇസെറ്റ് ഇൻ പ്ലസ് RS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -792.31 ഇൻറ്റു ഇൻപുട്ട് ഇംപെഡൻസ് ഇസെറ്റ് ഇന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.907 ഡിവൈഡഡ് ബൈ 0.907 പ്ലസ് RS സർക്യൂട്ടിലുണ്ട്. RSന്റെ വാല്യൂ എത്രയാണ്? 1K. ദാറ്റ് ഈസ് 1K. സോ ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് ഉള്ള ഗെയിന് -376.835 കിട്ടും. 835. അപ്പൊ ഇതാണ് ഗെയിൻ വിത്ത് റെസ്പെക്ട് ടു സോഴ്സ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഇംപെഡൻസിന്റെ വാല്യൂ കിട്ടി, ഔട്ട്പുട്ട് ഇംപെഡൻസിന്റെ വാല്യൂ കിട്ടി, നോർമൽ ഗെയിനിന്റെ വാല്യൂ കിട്ടി, ബേസ് എന്നുള്ള നോക്കുമ്പോഴുള്ള ഗെയിൻ കിട്ടി, ഗെയിൻ വിത്ത് റെസ്പെക്ട് ടു സോഴ്സും കിട്ടി. അപ്പൊ ഈ 3 പാരാമീറ്റർ ആണ് നമുക്ക് മെയിൻലി കണ്ടുപിടിക്കേണ്ടത്: ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ട് ഇംപെഡൻസ്, വോൾട്ടേജ് ഗെയിൻ. 8 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്, സഫിഷ്യന്റ് ആണ്, ഇത്ര എഴുതിയാൽ മതി. സോ ഫോർമുലാസ് എഴുതുക, തന്ന വാല്യൂസ് ഫോർമുലാസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടും. ഇനി നമുക്ക് അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അനലൈസ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ വിത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ. അതായത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ വിത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ, അതായത് വിത്ത് CE. ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എമിറ്റർ റെസിസ്റ്റൻസിന് അക്രോസ് പാരലൽ വരുന്ന ഈ കപ്പാസിറ്റൻസിനെ പറയുന്ന പേരാണ് ബൈപ്പാസ് കപ്പാസിറ്റൻസ്. സോ അനലൈസ് കോമൺ എമിറ്റർ ആംപ്ലിഫയർ വിത്ത് ബൈപ്പാസ് കപ്പാസിറ്റർ അറ്റ് ഹൈ ഫ്രീക്വൻസി. ഏത് ഫ്രീക്വൻസിയിലാണ്? ഹൈ ഫ്രീക്വൻസി. ആൻഡ് ഡിറ്റർമൈൻ ദ ഓവറാൾ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അതായത് ഇതിന്റെ ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കണം? അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. അപ്പൊ ഇതാണ് സർക്യൂട്ട്. സോ നമ്മൾ ഹൈ ഫ്രീക്വൻസി അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസി അനാലിസിസ് എന്ന് പറയുമ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ നമ്മൾ ഏത് മോഡൽ യൂസ് ചെയ്യും? ഹൈ ഫ്രീക്വൻസിയിൽ നമ്മൾ ഹൈബ്രിഡ് പൈ മോഡൽ യൂസ് ചെയ്യും, ഹൈ ഫ്രീക്വൻസി പൈ മോഡൽ യൂസ് ചെയ്യും. ഹൈ ഫ്രീക്വൻസി പൈ മോഡൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഏത് ഉപയോഗിക്കണം? മില്ലേഴ്സ് തിയറം യൂസ് ചെയ്യണം. മില്ലേഴ്സ് തിയറം. സോ മില്ലേഴ്സ് തിയറം യൂസ് ചെയ്താലാണ് ഫീഡ്ബാക്കിലുള്ള കപ്പാസിറ്റൻസിനെ നമുക്ക് ഇൻപുട്ട് സൈഡിലേക്കും ഔട്ട്പുട്ട് സൈഡിലേക്കും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റൂ. സോ നമ്മൾ മില്ലേഴ്സ് തിയറം ഒക്കെ ഇതിന്റെ മോഡൽ വെച്ചിട്ട് ട്രാൻസിസ്റ്ററിനെ മോഡൽ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. എന്നിട്ട് മില്ലേഴ്സ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് ഈ ഒരു രീതിയിലായിട്ട് മാറും. ഓക്കെ, സോ ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ പ്ലസ് മില്ലേഴ്സ് തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വലന്റ് സർക്യൂട്ട്, ഒരു AC പിക്ചർ നമുക്ക് ഇതിനെ പറയാം. ഈ ഒരു സർക്യൂട്ട് നമുക്ക് ഈ രീതിയിൽ കിട്ടും. സോ ഈ രീതിയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് സോഴ്സ് റെസിസ്റ്റൻസ് ആണ്. ഇത് ഇൻപുട്ടിൽ വരുന്ന ഇക്വലന്റ് റെസിസ്റ്റൻസ് R1 പാരലൽ ടു R2. ദെൻ ബേസ് ആണിത്. സോ ദിസ് ഈസ് ബേസ്. ഇതാണ് എമിറ്റർ, ഈ സൈഡാണ് കളക്ടർ. അപ്പൊ ബേസിനും എമിറ്ററിനും ഇടയിൽ C∅ എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ഉണ്ട്. ഇനി ബേസിനും കളക്ടറിനും ഇടയിൽ നമ്മുടെ കപ്പാസിറ്റൻസ് ആണ് ശരിക്കും ഇവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ടായിരുന്നു. ഇതാണ് Cμ എന്ന് പറയുന്നത്. സോ ഈ Cμ എന്ന് പറയുന്ന കപ്പാസിറ്റൻസ് ഏത് മില്ലേഴ്സ് തിയറം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ഇൻപുട്ട് സൈഡിലേക്കും ഔട്ട്പുട്ട് സൈഡിലേക്കും ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കപ്പാസിറ്റൻസ് ആണ് ഇൻപുട്ട് മില്ലർ കപ്പാസിറ്റൻസ് ആണ് CMI-യും ഔട്ട്പുട്ട് മില്ലർ കപ്പാസിറ്റൻസ് ആണ് CM0. CM0 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് മില്ലർ കപ്പാസിറ്റൻസ്, CMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് മില്ലർ കപ്പാസിറ്റൻസ്. ദെൻ പൈ മോഡലിലുള്ള ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് R∅, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് R0. ദെൻ ഔട്ട്പുട്ട് കറന്റ് ആണ്, ഡിപ്പെൻഡന്റ് കറന്റ് ആണ്, വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്യും, GM×Vπ. ദെൻ ഔട്ട്പുട്ടിൽ വരുന്ന AC അനാലിസിൽ വരുന്ന ഔട്ട്പുട്ടിൽ വരുന്ന ഇക്വലന്റ് റെസിസ്റ്റൻസ് ആണ് RC പാരലൽ RL. അപ്പൊ എല്ലാ കമ്പോണൻസും ക്ലിയർ ആണല്ലോ. സോ നമുക്ക് ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് -GM ഇൻറ്റു R1 പാരലൽ R2 പാരലൽ R∅ ഡിവൈഡഡ് ബൈ RS പ്ലസ് R1 പാരലൽ R2 പാരലൽ R∅. ഇപ്പൊ ഗെയിൻ്റെ എക്സ്പ്രഷൻ ആണ് ഇത്. നമ്മളെ സംബന്ധിച്ച് ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. നമുക്ക് വേണ്ടത് ഫ്രീക്വൻസി റെസ്പോൺസ് അനാലിസിസ് ആണ്. എന്നാലും ഞാൻ ഗെയിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻപുട്ട് മില്ലർ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശരിക്ക് ബേസിനും കളക്ടറിനും ഇടയിലുള്ള കപ്പാസിറ്റൻസ്. ബേസിനും കളക്ടറിനും ഇടയിലാണല്ലോ നമ്മുടെ CBC അല്ലെങ്കിൽ Cμ എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസ് ഉണ്ടായിരുന്നത്. സോ അതേ ഇൻറ്റു 1+A ആണ് ഇൻപുട്ട് മില്ലർ കപ്പാസിറ്റൻസ് വരിക. ഔട്ട്പുട്ട് മില്ലർ കപ്പാസിറ്റൻസ് CMO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CBC ഇൻറ്റു 1
പ്ലസ് 1/a 1 + 1/a എന്ന് വരും. സോ മില്ലേഴ്സ് ഇക്വലന്റ് കപ്പാസിറ്റർ അറ്റ് ഇൻപുട്ടും മില്ലേഴ്സ് ഇക്വലന്റ് കപ്പാസിറ്റൻസ് അറ്റ് ഔട്ട്പുട്ടും കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ടോട്ടൽ ഇൻപുട്ടിൽ വരുന്ന റെസിസ്റ്റൻസ് ഏതിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണ്? R1 പാരലൽ R2 പാരലൽ ടു R5 പാരലൽ RS അല്ലെ, ഇതെല്ലാം പാരലൽ കോമ്പിനേഷൻ ആണ്. സോ ടോട്ടൽ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്താണ്? RS പാരലൽ R1 പാരലൽ R2 പാരലൽ R5. ടോട്ടൽ വരുന്ന ഔട്ട്പുട്ടിൽ വരുന്ന റെസിസ്റ്റൻസ് ഏതിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണ്? R0 പാരലൽ RC പാരലൽ RL. അപ്പോൾ 3 റെസിസ്റ്റൻസ് ആണ്. സോ R0 പാരലൽ RC പാരലൽ RL. അപ്പോൾ ഇൻപുട്ടിലെയും ഔട്ട്പുട്ടിലെയും ഉള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടി. ഇനി ഇൻപുട്ടിലുള്ള ടോട്ടൽ കപ്പാസിറ്റൻസും ഔട്ട്പുട്ടിലുള്ള ടോട്ടൽ കപ്പാസിറ്റൻസും കണ്ടുപിടിക്കണം. സോ ഇൻപുട്ടിലുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ ഏതൊക്കെ കപ്പാസിറ്റൻസ് ഉള്ളത്? Cπ ഉണ്ട്, CMI ഉണ്ട്. അപ്പോൾ രണ്ടും പാരലൽ ആയതുകൊണ്ട് കപ്പാസിറ്റൻസ് തമ്മിൽ എന്ത് ചെയ്യാം? ആഡപ്പ് ചെയ്യാൻ പറ്റും. സോ Cπ അതുപോലെ തന്നെ CMIയും Cπ എന്ന് പറഞ്ഞാൽ ബേസിന് എമിറ്ററിന് ആയതുകൊണ്ടാണ് CB എന്ന് എഴുതുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു Cπ. ഓക്കെ, ഔട്ട്പുട്ടിൽ വരുന്ന ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ ഒരു ഒറ്റ കപ്പാസിറ്റൻസേ ഉള്ളൂ, CM0. സോ ഔട്ട്പുട്ടിലുള്ള കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ CM0 ആണ്. അപ്പോൾ ഇൻപുട്ടിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്, ഔട്ട്പുട്ടിലുള്ള ടോട്ടൽ റെസിസ്റ്റൻസ്, ഇൻപുട്ടിലുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ്, ഔട്ട്പുട്ടിലുള്ള ടോട്ടൽ കപ്പാസിറ്റൻസ്, ഈ 4 പാരാമീറ്റേഴ്സും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മളൊരു ബാൻഡ് പാസ് ഫിൽറ്റർ പോലെയാണ് ആംപ്ലിഫയർ ആക്ട് ചെയ്യുന്നത്. സോ ഹൈ ഫ്രീക്വൻസിയിൽ നമുക്ക് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇറ്റ് ഈസ് ഡ്യൂ ടു ഇൻപുട്ട് കപ്പാസിറ്റൻസ് കൊണ്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇൻപുട്ട് സൈഡ് കൊണ്ട് ഉണ്ടാവുന്ന അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിനെ FHI എന്ന് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇൻപുട്ട് കപ്പാസിറ്റൻസ് ആകുമ്പോൾ എന്താവും? 1/2π RI × Cin ആണ്. 1/2π RI × Cin. അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഡ്യൂ ടു ഔട്ട്പുട്ട് കപ്പാസിറ്റൻസ് എന്ത് വരും? 1/2π R0 × Cout. ഓക്കെ, അപ്പൊ 2 അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി കിട്ടും. ഒന്ന് ഡ്യൂ ടു ഇൻപുട്ട് കപ്പാസിറ്റൻസും ഒന്ന് ഡ്യൂ ടു ഔട്ട്പുട്ട് കപ്പാസിറ്റൻസും. സോ ദ ലോവസ്റ്റ് ഓഫ് ദീസ് 2 വാല്യൂസ്, ഇപ്പൊ ഈ 2 വാല്യൂ നമുക്ക് കിട്ടി. ഇപ്പൊ ഈ 2 വാല്യൂവിൽ ദ ലോവസ്റ്റ് ഓഫ് ദീസ് 2 വാല്യൂസ് ഓഫ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇസ് ദ ഡോമിനന്റ് ഫ്രീക്വൻസി. അപ്പൊ ഇതിലെ ഡോമിനന്റ് ഫ്രീക്വൻസി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ മിനിമം വാല്യൂ ഏതാണോ അതാണ്, ലോവസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് ഇതിന്റെ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അപ്പൊ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസ് അനാലിസിസിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ആ ഗ്രാഫിൽ മാർക്ക് ചെയ്യേണ്ട അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു ഫോർമുലയിലേക്കാണ് നിങ്ങൾ ഡെറിവേഷൻ കൊണ്ടേ എത്തിക്കേണ്ടത്. ഓക്കെ, സോ ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത essay ക്വസ്റ്റ്യൻ, ഇതിന്റെ ഓവറായിട്ട് വരുന്ന essay ക്വസ്റ്റ്യൻ ആണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിൽ എയും ഉണ്ട് ബിയും ഉണ്ട്. സോ ഫസ്റ്റ് നമുക്ക് A സെക്ഷൻ നോക്കാം. 10 മാർക്കാണ് A സെക്ഷൻ വരുന്നത്. A സെക്ഷൻ എത്ര മാർക്കാണ്? 10ഉം B സെക്ഷന് 4, അങ്ങനെ 10 + 4 14 ആണ് ഇതിന്റെ സ്പ്ലിറ്റ് അപ്പ് വരുന്നത്. അതിൽ A ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ നീഡ് ഓഫ് വേരിയസ് കമ്പോണൻസ് ഇൻ എ RC കപ്പിൾഡ് ആംപ്ലിഫയർ വിത്ത് എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം. അതായത് ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ടിൽ വരുന്ന ഡിഫറെന്റ് കമ്പോണൻസ്, ആ ഡിഫറെന്റ് കമ്പോണൻസിന്റെയും ഓരോന്നിന്റെയും ആവശ്യകത എന്ത്? വാട്ട് ഇസ് എ നീഡ്? സോ വാട്ട് ഇസ് എ നീഡ് ഓഫ് വേരിയസ് കമ്പോണൻസ് ഇൻ എ RC കപ്പിൾഡ് ആംപ്ലിഫയർ വിത്ത് എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം. അപ്പൊ സർക്യൂട്ട് ഡയഗ്രാം വരച്ച ഓരോ കമ്പോണന്റും എന്തിന് യൂസ് ചെയ്തു എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആൾസോ എക്സ്പ്ലെയിൻ ദ ഫ്രീക്വൻസി റെസ്പോൺസ്. ഈ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കർവിന്റെ ഷേപ്പ് എന്തായിരിക്കും? അതായത് X ആക്സിൽ ഫ്രീക്വൻസിയും Y ആക്സിൽ ഗെയിനും എടുത്ത് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് പറയുക. ആ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. ലോ ഫ്രീക്വൻസിയിൽ ഇതിന്റെ റെസ്പോൺസ് എന്താണ്? ഹൈ ഫ്രീക്വൻസിയിൽ എന്താണ് റെസ്പോൺസ്? മീഡിയം ബാൻഡ് അല്ലെങ്കിൽ മിഡ് ഫ്രീക്വൻസിയിൽ ഇതിന്റെ റെസ്പോൺസ് എന്താണെന്നുള്ള ആ ഒരു ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ഒരു എക്സ്പ്ലനേഷനും കൂടെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോവാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് RC കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, സോ നമ്മുടെ അടുത്ത് സർക്യൂട്ട് ഡയഗ്രാം ഉണ്ട്. സോ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. ഇതിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബയാസിങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ വി ആർ യൂസിങ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ്. വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ സർക്യൂട്ട് ഉണ്ട്. R1 R2, ദെൻ കളക്ടറിൽ RC, എമിറ്ററിൽ RE, ഇവിടെ നമ്മൾ പവർ സപ്ലൈ VCC കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടുള്ളത്. R1 R2 RC RE അതുപോലെ തന്നെ VCC.
ഓക്കെ, ഇനി നമുക്കുള്ള കമ്പോണൻസ് ഏതൊക്കെയാണ്? ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, ബൈപ്പാസ് കപ്പാസിറ്റർ. കപ്പാസിറ്റേഴ്സ് ഏതൊക്കെയാണ്? ഇൻപുട്ട് കപ്ലിംഗ്, ഔട്ട്പുട്ട് കപ്ലിംഗ്, ബൈപ്പാസ് കപ്പാസിറ്റർ. അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെ റോൾ ആദ്യം നോക്കാം. അപ്പൊ ആദ്യം ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ബയാസിങ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് ആണ്. സോ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് ഈസ് യൂസ്ഡ് ടു ഫിക്സ് ദി ക്യൂ പോയിന്റ്. അതായത് ക്യൂ പോയിന്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് യൂസ് ചെയ്യുന്നത്. സോ എന്താണ് ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VCE, IC ഇതിന്റെ ഓർഡേർഡ് പെയർ. അതായത് നമ്മളൊരു ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ആംപ്ലിഫയർ ആയിട്ട് വിത്തൗട്ട് എനി ഡിസ്റ്റോർഷൻ ഒരു പ്രോപ്പർ ആംപ്ലിഫിക്കേഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഫിക്സ് ദി ക്യൂ പോയിന്റ്. സോ ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ VCE, IC. അപ്പൊ ഈ ഒരു സർക്യൂട്ടിന് DC അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? VCEയുടെ വാല്യൂ കിട്ടും, ICയുടെ വാല്യൂ കിട്ടും. അതിനെ ഓർഡേർഡ് പെയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യൂ പോയിന്റ് കിട്ടും. ആ ക്യൂ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോൾട്ടേജ് ഡിവൈഡർ ബയാസിങ് യൂസ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു fix the value of R1, R2, RC and RE in such a way that the Q point will be at the middle of the active region. അതായത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് കർവും നമ്മുടെ DC ലോഡ് ലൈനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ക്യൂ പോയിന്റ്. സോ ആ ക്യൂ പോയിന്റ് നമ്മൾ എവിടെ ഫിക്സ് ചെയ്യണം? ആംപ്ലിഫിക്കേഷൻ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ക്യൂ പോയിന്റ് ഏത് പോയിന്റിലായിരിക്കണം? മിഡിൽ ഓഫ് ദി ആക്റ്റീവ് റീജിയൻ, മിഡിലിൽ വേണം ഫിക്സ് ചെയ്യാൻ. സോ ആ രീതിയിൽ വേണം VCEയുടെ വാല്യൂം ICയുടെ വാല്യൂ നമുക്ക് കിട്ടാൻ. അപ്പോൾ VCEയുടെയും ICയുടെയും വാല്യൂം ഡിറ്റർമൈൻ ചെയ്യുന്നത് R1ഉം R2ഉം RCയും REയാണ്. സോ നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ഈ ഈ റെസിസ്റ്റൻസിന്റെ വാല്യൂസ് നമ്മൾ ചൂസ് ചെയ്യാൻ. പിന്നെ ഈ സർക്യൂട്ടിൽ വരുന്നത് ഇൻപുട്ട് കപ്ലിംഗ്, ഔട്ട്പുട്ട് കപ്ലിംഗ്, ബൈപ്പാസ് കപ്പാസിറ്റർ. അപ്പോൾ ആദ്യം നമുക്ക് ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ റോൾ എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ ഈ ബൈപ്പാസ് കപ്പാസിറ്റർ ഇല്ലെങ്കിൽ, ഈ ബൈപ്പാസ് കപ്പാസിറ്റർ ഇവിടെ ഇല്ല വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? ഈ എമിറ്ററിലൂടെ ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. എമിറ്റർ ടെർമിനലിൽ REയിലൂടെ I എന്ന് പറഞ്ഞൊരു കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും. ദാറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് IE into RE. IE into RE ആണ് അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ്. അപ്പൊ ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ടെർമിനൽ ഈസ് കോമൺ ടു ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ബിക്കോസ് ദിസ് ഈസ് കോമൺ എമിറ്റർ. ഇതെന്ത് കോൺഫിഗറേഷൻ ആണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. അപ്പൊ ഈ ടെർമിനൽ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആണെന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഇൻപുട്ടിനും കോമൺ ആണ്, ഔട്ട്പുട്ടിനും കോമൺ ആണ്. ഇഫ് സംതിങ് ഈസ് കോമൺ വിത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വി ക്യാൻ സേ ദാറ്റ് ദർ ഇസ് എ ഫീഡ്ബാക്ക്. അവിടെ എന്തുണ്ട്? ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ത് ചെയ്യും? കുറയും. സോ ആംപ്ലിഫയറിന്റെ ഗെയിൻ കുറയും. CE എന്ന് പറയുന്ന ബൈപ്പാസ് കപ്പാസിറ്റർ ഇല്ലെങ്കിൽ. ഇനി നമ്മളിവിടെ ഒരു CE എന്ന് പറഞ്ഞ കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ, CE കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ AC കണ്ടീഷൻസിൽ എന്ത് സംഭവിക്കും? AC അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ബൈപ്പാസ് കപ്പാസിറ്ററിനെ ഷോർട്ട് ചെയ്യും. അപ്പോൾ ഈ ബൈപ്പാസ് കപ്പാസിറ്റർ ഷോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ REയുടെ എഫക്റ്റ് പോയി. REയുടെ എഫക്റ്റ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ഈ എമിറ്റർ എങ്ങോട്ട് കണക്റ്റ് ആയി? ഗ്രൗണ്ടിലേക്ക് കണക്റ്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നില്ല. ഫീഡ്ബാക്ക് ഉണ്ടോ? ഫീഡ്ബാക്ക് ഇല്ല. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് റിമൂവ് ആയി. ഡ്യൂ ടു ദിസ് ബൈപ്പാസ് കപ്പാസിറ്റർ ഇത് ഷോർട്ട് ആയതുകൊണ്ട് ഈ REക്ക് അക്രോസ് ഉള്ള ഡ്രോപ്പ് 0 ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് റിമൂവ് ആയി. സോ നെഗറ്റീവ് ഫീഡ്ബാക്ക് റിമൂവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിൻ എന്ത് ചെയ്തു? കൂടി. ഗെയിൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംപ്ലിഫയറിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആണ് ഗെയിൻ. അപ്പോൾ ഗെയിൻ കൂടല്ലേ നമുക്ക് വേണ്ടത്? ഒരു ആംപ്ലിഫയറിൽ വീക്ക് സിഗ്നലിനെ സ്ട്രോങ് ആക്കി മാറ്റണം. അപ്പോൾ അത്രത്തോളം ഗെയിൻ കൂടുന്ന അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഗെയിൻ കൂടാൻ ആര് സഹായിക്കുന്നുണ്ട്? ഈ ബൈപ്പാസ് കപ്പാസിറ്റർ സഹായിക്കുന്നുണ്ട്. സോ ദ റോൾ ഓഫ് ബൈപ്പാസ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിമൂവ്സ് ദി നെഗറ്റീവ് ഫീഡ്ബാക്ക്. ആസ് എ റിസൾട്ട് ദ ഗെയിൻ വാല്യൂ വിൽ ഇൻക്രീസ്. അതാണ് ഇതിന്റെ റോളായിട്ട്, ഇതിന്റെ ബൈപ്പാസ് കപ്പാസിറ്ററിന്റെ റോളായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ റോൾ എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിതൊരു ആംപ്ലിഫയർ ആണ്. നമുക്ക് ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള സിഗ്നൽ എവിടെ വരും? ഈ ഒരു പോയിന്റിൽ, കളക്ടർ പോയിന്റിൽ ആംപ്ലിഫൈ ചെയ്തിട്ടുള്ള സിഗ്നൽ വരും. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ആംപ്ലിഫൈഡ് സിഗ്നൽ ആണ്. അതായത് AC ആണ് കിട്ടേണ്ടത്. പക്ഷേ ഈ ഒരു പവർ സപ്ലൈ എന്ന RC വഴി ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും DC കമ്പോണന്റ് നമ്മുടെ ഔട്ട്പുട്ടിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം ക്ലാമ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? അപ്പോൾ DC കമ്പോണൻസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. സോ ടു ബ്ലോക്ക് DC കപ്പാസിറ്ററിന്റെ പ്രത്യേകത എന്താണ്? കപ്പാസിറ്ററിന്റെ പ്രത്യേകത അത് DCയെ ബ്ലോക്ക് ചെയ്യുന്നു, ACയെ കടത്തി വിടുന്നു അല്ലേ?
അപ്പോൾ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും DC കമ്പോണൻസ് ഉണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് AC-യെ മാത്രം ഔട്ട്പുട്ടിലേക്ക്, AC കമ്പോണൻസിനെ മാത്രം ഔട്ട്പുട്ടിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഇൻപുട്ടിലൊരു കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്. ഒരു കപ്ലിംഗ് കപ്പാസിറ്റർ ഉണ്ട്. സോ ശരിക്ക് VCC എന്ന് പറഞ്ഞ വോൾട്ടേജ് ഇവിടെ ഉണ്ട്. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണ്? VCC ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. അപ്പൊ നമ്മൾ ഈ ഒരു ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ ഇല്ലാതെ നേരിട്ട് ഈ സിഗ്നൽ ഇൻപുട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ ഈ കപ്പാസിറ്റർ ഇവിടെ ഇല്ല, ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ അവിടെ ഇല്ല. നേരിട്ട് ഈ ഒരു ഇൻപുട്ട് ബേസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വളരെ ചെറിയ സിഗ്നലാണ്, മില്ലി വോൾട്ട് റേഞ്ചിലൊക്കെ ഉള്ള ഇതാണ്. ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണം? 0.7 വോൾട്ട് വേണം. അപ്പോൾ നമ്മളൊരു മില്ലി വോൾട്ട് റേഞ്ചിൽ ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു സ്മോൾ സിഗ്നൽ ഒന്നും ബേസിലേക്ക് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു ടേൺ ഓൺ ദിസ് ട്രാൻസിസ്റ്റർ. ഈ ട്രാൻസിസ്റ്റർ ഓൺ ആവാൻ ഇത് സഫിഷ്യൻ്റ് ആണോ? സഫിഷ്യൻ്റ് അല്ല. അപ്പം നമുക്ക് എന്ത് വേണം? നമുക്ക് ഇവിടെ വരുന്ന വോൾട്ടേജ് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0.7 ഗ്രേറ്റർ ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു കപ്പാസിറ്റർ കൊടുത്തു കഴിഞ്ഞാൽ, സോ ഡ്യൂ ടു ദിസ് വോൾട്ടേജ് ഈ കപ്പാസിറ്റർ എന്താവും? ചാർജ് ആവും. ഈ കപ്പാസിറ്റർ ചാർജ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം DC വാല്യൂ ഇസ് സ്റ്റോർഡ് ഇൻ ദിസ് കപ്പാസിറ്റർ. സോ DC വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഏതിലേക്ക് അത് ചാർജ് ആവുക? VCC ഇൻറ്റു R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇനി ബേസിൽ വരുന്ന നെറ്റ് വോൾട്ടേജ് ഇപ്പം എന്താ വരുന്നത്? ഈ കപ്പാസിറ്റർ വോൾട്ടേജിന്റെ കൂടെ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0.7. അപ്പൊ ഇത് എന്തായാലും ഗ്രേറ്റർ ദാൻ 0.7 ആണെങ്കിൽ ഇവിടെ വരുന്ന ബേസിൽ വരുന്ന വോൾട്ടേജ് ഗ്രേറ്റർ ദാൻ 0.7 ആയി കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ എന്താവും? ഓൺ ആവും. അപ്പോൾ ഇൻപുട്ട് സൈഡിൽ ട്രാൻസിസ്റ്ററിനെ ഓൺ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ ഒരു ക്ലാമ്പിംഗ് ആക്ഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ. ഓക്കെ, സോ എക്സ്പ്ലെയിൻ ദ നീഡ് ഓഫ് വേരിയസ് കമ്പോണൻസ്. സോ എല്ലാ കമ്പോണൻസിൻ്റെയും നീഡ് കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് പറയേണ്ടത്. സോ ഒരു ആംപ്ലിഫയർ, ഒരു കോമൺ എമിറ്റർ BJT ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എ ബാൻഡ് പാസ് ഫിൽട്ടർ. അതെന്തുപോലെയാണ്? ഇറ്റ് ഈസ് ലൈക്ക് എ ബാൻഡ് പാസ് ഫിൽട്ടർ. ബാൻഡ് പാസ് ഫിൽട്ടറിന്റെ പ്രത്യേകത എന്താണ്? ലോ ഫ്രീക്വൻസിയെയും കടത്തിവിടില്ല, ഹൈ ഫ്രീക്വൻസിനെയും കടത്തിവിടില്ല. പിന്നെ ഏതിനെ കടത്തിവിടുക? മീഡിയം ഫ്രീക്വൻസിനെയാണ് കടത്തിവിടുക. സോ ലോ ഫ്രീക്വൻസിയിലും ഗെയിൻ കുറവാണ്, ഹൈ ഫ്രീക്വൻസിയിലും ഗെയിൻ കുറവാണ്, മീഡിയം ഫ്രീക്വൻസിയിൽ മാത്രമാണ് ഇതൊരു മോശപ്പെട്ട ഒരു ആവറേജ് ഗെയിൻ, ഒരു കുഴപ്പമില്ലാത്തൊരു ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് ഫ്രീക്വൻസിയിലാണ്? മീഡിയം ഫ്രീക്വൻസി അല്ലെങ്കിൽ മിഡ് ഫ്രീക്വൻസിയിലാണ്. സോ മീഡിയം ഫ്രീക്വൻസിയിൽ ഗെയിൻ അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇത് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്ന് പറഞ്ഞാൽ X ആക്സിൽ ഫ്രീക്വൻസി, Y ആക്സിൽ എന്താണ്? ഗെയിൻ ആണ്. സോ Y ആക്സിൽ ഗെയിൻ. അപ്പോൾ ഈ ഗ്രാഫിൽ ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറവാണ്, ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറവാണ്, മിഡ് ഫ്രീക്വൻസിയിൽ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്രീക്വൻസിനെ 3 ബാൻഡായിട്ട് ഡിവൈഡ് ചെയ്യാം. ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസിയിൽ. അപ്പോൾ ഈ ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാൻ കാരണം കപ്ലിംഗ് ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റർ ആണ്. സോ കപ്ലിംഗ് ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റർ, അതായത് ഏതൊക്കെയാണ്? ഇൻപുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, ഔട്ട്പുട്ട് കപ്ലിംഗ് കപ്പാസിറ്റർ, ബൈപ്പാസ് കപ്പാസിറ്റർ. സോ ഈ കപ്ലിംഗ് ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റർ ഉള്ളത് കൊണ്ടാണ് ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയുന്നത്. ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ കുറയാൻ കാരണം ട്രാൻസിസ്റ്ററിന്റെ ഉള്ളിലുള്ള ഇന്റേണൽ കപ്പാസിറ്റൻസ്, ആൻഡ് ദാറ്റ് ഇന്റേണൽ കപ്പാസിറ്റൻസിന് നമുക്ക് എന്ത് വിളിക്കാം? പാരസൈറ്റിക് കപ്പാസിറ്റൻസ് എന്ന് പറയാം. സോ ട്രാൻസിസ്റ്ററിന്റെ ഉള്ളിൽ ഇന്റേണലി ഉള്ള പാരസൈറ്റിക് കപ്പാസിറ്റൻസിന്റെ എഫക്റ്റ് കൊണ്ടാണ് ഹൈ ഫ്രീക്വൻസിയിൽ ഗെയിൻ എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. ഇനി മിഡ് ഫ്രീക്വൻസിയിലാണ് ഇതൊരു സ്റ്റേബിൾ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മിഡ് ഫ്രീക്വൻസിയിലുള്ള സ്റ്റേബിൾ ഗെയിൻ നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ കാണാൻ പറ്റും. സോ മാക്സിമം ഗെയിനിൽ നിന്ന് 3 dB കുറച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും, ദിസ് ഈസ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ദിസ് ഈസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഇതിനെ X ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ഇത് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും കിട്ടും. സോ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് FH മൈനസ് FL ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ബാൻഡ് വിഡ്ത്ത്. ഇതാണ് ഇതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മൈനസ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി
ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്. അതിൽ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ബാൻഡ്സ് നിങ്ങൾ മാർക്ക് ചെയ്യുക. ലോ ഫ്രീക്വൻസി, മിഡ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി. ലോ ഫ്രീക്വൻസിയിൽ എന്തുകൊണ്ട് ഗെയിൻ കുറഞ്ഞു, ഹൈ ഫ്രീക്വൻസിയിൽ എന്തുകൊണ്ട് ഗെയിൻ കുറഞ്ഞു, മീഡിയം ഫ്രീക്വൻസിയിലാണ് അത് കോൺസ്റ്റന്റ് ഗെയിൻ പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എങ്ങനെ കിട്ടി എന്നുള്ളത് പറയുക. അതിന് എക്സ് ആക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ FH FL കിട്ടും. FH - FL ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദി ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ഈ ബാൻഡിന്റെ ഉള്ളിലുള്ള ഇൻപുട്ട് ഫ്രീക്വൻസി അപ്ലൈ ചെയ്താലാണ് ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നത്, പ്രോപ്പറായിട്ട് ആംപ്ലിഫിക്കേഷൻ നടത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ഇതിലുള്ള ബി ക്വസ്റ്റ്യൻ, ഡ്രോ ദി കംപ്ലീറ്റ് ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ ഓഫ് BJT ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച് ടേം. അതായത് ഹൈ ഫ്രീക്വൻസി പൈ മോഡൽ BJTയുടെ വരയ്ക്കാനും അതിൽ ഓരോ ടേം എന്താന്നുള്ളതും 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ആ പൈ മോഡൽ വരയ്ക്കുക, ഹൈബ്രിഡ് പൈ മോഡൽ, ഹൈ ഫ്രീക്വൻസി പൈ മോഡൽ വരയ്ക്കുക, എന്നിട്ട് ഓരോ ടേം എന്താണെന്നുള്ള എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ ഒരു ഡയഗ്രം ആണ് വരയ്ക്കേണ്ടത്. ഇതാണ് ഹൈബ്രിഡ് പൈ മോഡൽ, ഹൈ ഫ്രീക്വൻസി ഹൈബ്രിഡ് പൈ മോഡൽ ഇതാണ്. ഇതിലുള്ള ഓരോ ടേം എന്താന്നുള്ളത് നോക്കാം. സോ BJTയുടെ ഇക്വലന്റ് മോഡലാണ്. സോ ദിസ് ഈസ് ബേസ് ആൻഡ് ദിസ് ഈസ് കളക്ടർ ആൻഡ് കോമൺ ആയിട്ട് വരുന്ന ടെർമിനലാണ് ഇത് എമിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോ ടേംസ് എന്താന്നുള്ളത് നോക്കാം. ദിസ് ഈസ് R പൈ. ഇതാണ് R പൈ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഇൻപുട്ട് സൈഡിൽ. ഏതിനൊക്കെ ഇടയ്ക്കാണ്? ബേസിനും എമിറ്ററിനും ഇടയ്ക്കാണ്. സോ R പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ സ്മോൾ സിഗ്നൽ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ. ബേസിനും എമിറ്ററിനും ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് ആണ് R പൈ. ഇനി C പൈ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ആണ്. So it is a capacitance between base and emitter. So it is the capacitance between the base and emitter. Okay, diffusion capacitance ആണ്. ഇതിന്റെ ഇന്റേണൽ കപ്പാസിറ്റൻസ് ആണ് ബേസിനും എമിറ്ററിനും ഇടയിലുള്ളത്. Okay, then R mu. So R mu എന്ന് പറഞ്ഞാൽ ഈ ഒരു റെസിസ്റ്റൻസ് ആണ് R mu. So it's a collector ബേസ് റിവേഴ്സ് റെസിസ്റ്റൻസ്. അതായത് ഇത് ബേസ്, ഇത് കളക്ടർ. സോ കളക്ടർ ബേസ് റിവേഴ്സ് റെസിസ്റ്റൻസ് ആണ്. സോ ഇറ്റ് മോഡൽസ് ദി എഫക്ട് ഓഫ് കളക്ടർ വോൾട്ടേജ് ഓൺ ബേസ് കറന്റ്. അപ്പൊ ജസ്റ്റ് ടേം പറഞ്ഞാൽ മതി, കളക്ടർ ബേസ് റിവേഴ്സ് റെസിസ്റ്റൻസ് ആണ്. ദെൻ C mu എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് C mu എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്കിൽ വരുന്ന റെസിസ്റ്റൻസ് ആണ്. ഇറ്റ്സ് എ ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ഏതിനിടയ്ക്കാണ്? ബേസ് ആൻഡ് കളക്ടർ. സോ ഇറ്റ്സ് എ ട്രാൻസിഷൻ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് കളക്ടർ. അതാണ് C mu. പിന്നെ R0 എന്ന് പറയുന്ന ഔട്ട്പുട്ടിൽ വരുന്ന റെസിസ്റ്റൻസ്. ദിസ് ഈസ് R0. സോ R0 ഈസ് ദ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്. R0 എന്ന് പറയുന്നത് ഔട്ട്പുട്ട് സൈഡിൽ വരുന്ന റെസിസ്റ്റൻസ് ആണ് R0 എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വരുന്ന ഏതാണ്? ഇപ്പൊ നമ്മൾ R പൈ പറഞ്ഞു, C പൈ പറഞ്ഞു, R mu പറഞ്ഞു, C mu പറഞ്ഞു, R0 പറഞ്ഞു. പിന്നെ ഇവിടെ ഒരു ഡിപ്പെൻഡന്റ് കറന്റ് സോഴ്സ് ഉണ്ട്, GMV പൈ. ഡിപ്പെൻഡന്റ് കറന്റ് സോഴ്സ് ആണ്. സോ GMV പൈ റെപ്രസെന്റ്സ് എ കറന്റ് സോഴ്സ് ടു ഇൻഡിക്കേറ്റ് ട്രാൻസിസ്റ്റർ ആക്ഷൻ. ഓക്കെ, ഔട്ട്പുട്ട് കറന്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് കറന്റ് ആണ് ഇത്, ഇസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. ഏതാ ഇൻപുട്ട് വോൾട്ടേജ്? ഈ ടേം നോക്കിയേ, V പൈ. ഈ V പൈ എന്ന് പറയുന്നത് എന്താണ്? ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് ആണ്. സോ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ്. സോ ഇറ്റ്സ് എ ഡിപ്പെൻഡന്റ് കറന്റ് സോഴ്സ് ആൻഡ് ഔട്ട്പുട്ട് കറന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ ഇത്രയും ടേംസ്, കാര്യങ്ങൾ, നൊട്ടേഷൻസ്, ഓരോ ടേം എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ജസ്റ്റ് 4 മാർക്കേ ഉള്ളൂ. ഈ ഡയഗ്രാം വരയ്ക്കുക, പിന്നെ ഓരോ ടേം എന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. സോ നമ്മൾ മൊഡ്യൂൾ 2 ഉള്ള പാർട്ട് A ക്വസ്റ്റ്യൻസും പാർട്ട് B ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.